ശഅബാൻ 15 രാത്രിയിൽ ഒരു വർഷത്തേക്കുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ കൈവശം ഏൽപ്പിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന ഒരു കൊല്ലം, അവന്റെ ആയുസ്, അവന്റെ ജീവിതം, അവന്റെ ഭക്ഷണം, അവന്റെ ജോലി, തൊഴിൽ മേഖലകൾ, ജീവിത വിജയ പരാജയങ്ങൾ, ഇതൊക്കെയും ഒരു വർഷത്തേക്കുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി മലക്കുകളെ ഏൽപ്പിക്കുന്നു എന്ന് സാരം. ആ രാത്രിക്ക് വലിയ പ്രത്യേകത ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് 3 യാസീൻ നമ്മൾ പാരായണം ചെയ്യുന്നത്. യുദബ്ബിറു അംറു സനതി ഫയംഹു മാ യശാ വയുത്ബിതു മാ യംഹു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ശഅബാൻ 15 രാത്രിയിൽ മനുഷ്യന്റെ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളെ തീരുമാനിക്കപ്പെടുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവനൊരു നിവേദനം കൊടുക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ കൽബ് എന്ന് പറയുന്ന കൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ ഓതിയിട്ട് അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യുന്നു, പടച്ചവനെ എന്റെ ആയുസ്സിന് നീ വർധനവ് നൽകണേ അല്ലാ. അള്ളാഹുവേ എനിക്ക് ആരോഗ്യം നൽകണം, ആഫിയത്ത് നൽകണം, പെടുമരണങ്ങളെ തൊട്ട് കാവല് നൽകണേ അല്ലാ. അള്ളാഹുവേ നിന്റെ ത്വാഅത്തിലായി ജീവിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും ആയുസ്സും എനിക്ക് വർദ്ധിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീൻ ഓതിയിട്ട് ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യുന്നു. ഏത് സമയത്ത്? അവന്റെ ആയുസ് നിർണയിക്കപ്പെടുന്ന സമയത്ത്. ആയുസ് തീരുമാനിക്കുകയാണ്. ഇനി ഒരു കൊല്ലത്തേക്കുള്ളവന്റെ ജീവിതത്തിന്റെ ആയുസിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലായികത്തിനെ ഏൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിവേദനം സമർപ്പിക്കുന്നു. എങ്ങനെ? വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീൻ ഓതിയിട്ട്. മനുഷ്യന് ആയുസ് ഏറ്റവും പ്രധാനമാണ്. ചിലപ്പോ നമ്മൾ വിചാരിക്കും പെട്ടെന്നങ്ങ് മരണപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയല്ല. 63 വയസ്സാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് എന്ന് കരുതി 63 വയസ്സിൽ മരിക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെയൊന്നുമില്ല. 63 വയസ്സിൽ മരിക്കണമെങ്കിൽ നമ്മൾ അതിന് മാത്രം എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്നാണ് ആലോചിക്കേണ്ടത്. മരണം ഏത് സമയത്തും കടന്നു വരാം. പക്ഷേ ആ മരണത്തിന് വേണ്ടി ഞാൻ എന്ത് തയ്യാറായിട്ടുണ്ട്, ഞാൻ എന്ത് ഒരുങ്ങിയിട്ടുണ്ട് എന്ന വിചിന്തനമാണ് വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് ദുആ ചെയ്തു കൊടുക്കുന്നുണ്ട്. പടച്ചവനെ, അനസ് എനിക്ക് 10 കൊല്ലം സേവനം ചെയ്ത പൊന്നുമകനാ. അല്ലാഹുവേ, ഈ പൊന്നുമകന് വേണ്ടി നീ ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുത്തതാണ്. 120 വയസ്സാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. അപ്പൊ ആയുസ് കൂടാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ വയസ്സൊരുപാടുണ്ടാവാന്നല്ല, ആയുസ്സിൽ ബറക്കത്ത് വേണം. അതായത് ജീവിതത്തിന്റെ ആയുസ് അല്ലാഹു തആല എത്ര നീട്ടി നൽകുന്നുണ്ടോ അതിലൊക്കെയും അള്ളാഹുവിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ ഒരാൾക്ക് സാധിക്കണം. വെറുതെ ഇങ്ങനെ 100 വയസ്സ് വരെ ജീവിച്ചു, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ജീവിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. اللهم طول أعمارنا في طاعتك ومرضاتك مع الصحة والعافية يا رب العالمين. ഇതാണ് മുസ്ലിമിന്റെ ദുആ. അല്ലാഹുവേ, എന്റെ ആയുസ് നീ വർദ്ധിപ്പിച്ചു നൽകണം. എങ്ങനെ വർദ്ധിപ്പിക്കണം? നിന്റെ മാർഗത്തിലായി എന്റെ ആയുസ് വർദ്ധിപ്പിക്കണം. വെറുതെ ആയുസ് കൂടിയിട്ട് കാര്യമില്ല. നിന്റെ ത്വാഅത്തിലായി ജീവിക്കണം, നിന്റെ വഴിയിലായി എനിക്ക് ജീവിക്കണം. അതിന് ആയുസ് വർദ്ധിപ്പിക്കണേ, ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അങ്ങനെ ദ്വാരക്കാം, ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം ആ നിലയിൽ. അല്ലാതെ പെട്ടെന്ന് തന്നെ അങ്ങ് മരിച്ചു കിട്ടിയാൽ മതി, അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇനി അങ്ങനെ ഒരാൾക്ക് ആയുസ്സിൽ വർധനമുണ്ടായാൽ അടുത്തത് വേണ്ടതെന്താ? ഇവിടെ പട്ടിണി കിടക്കാൻ കഴിയൂല. ഒരുപാട് കൊല്ലം ജീവിച്ചു, പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവുമായി കഴിഞ്ഞുകൂടല്ല വേണ്ടത്. ഇവിടെ ജീവിക്കാൻ ആവശ്യമായ വസ്തുവകകൾ വേണം, ജീവിക്കാൻ ആവശ്യമായ ജോലി വേണം, സമ്പത്ത് വേണം, സൗകര്യങ്ങൾ വേണം. അതാണ് റിസ്ക്. രണ്ടാമത്തെ യാസീൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ബറാഅത്തിന്റെ രാവിലെ ഓതുന്നത് അവന്റെ റിസ്കിലെ വിശാലതക്കാണ്. അല്ലാഹുവേ, നീ എനിക്ക് എന്റെ റിസ്കിൽ വിശാലത ചെയ്തു തരണം.
എന്റെ ജോലിയിൽ നീ വിശാലത നൽകണം, എന്റെ കച്ചവടത്തിൽ ഇടപാടുകളിൽ ബറക്കത്ത് വേണം. അല്ലാഹുവേ, മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കേണ്ട നിലയിൽ എന്റെ സാമ്പത്തികമായ ഭദ്രത താറുമാറാകുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ എന്ന് ആത്മാർത്ഥമായി ഒരുവൻ ദുആ ചെയ്യണം. എപ്പോൾ? അല്ലാഹു അവന്റെ ഒരു കൊല്ലത്തേക്കുള്ള റിസ്ക്, ഒരു കൊല്ലത്തേക്കുള്ള അവന്റെ കച്ചവടത്തിന്റെ വിജയപരാജയങ്ങൾ അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിക്കുന്ന സമയത്താണ് അവന്റെ ദുആ ചെയ്യുന്നത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് അവൻ കൈകൾ ഉയർത്തുന്നത്. വിശുദ്ധ ഖുർആനിന്റെ കൽബായ സൂറത്ത് യാസീൻ ഓതിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ ചോദിക്കുന്നു, അല്ലാ, എന്റെ റിസ്കിൽ വിശാലത നൽകണേ, എന്റെ കച്ചവടത്തിൽ പരാജയം നൽകല്ലേ എന്നുള്ളവന്റെ ദുആ ചെയ്യുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ആ ദുആക്ക് വലിയ പവറുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാര് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, ലൈലത്തുൽ ബറാഅ വന്നാൽ, ശഅബാൻ 15ന്റെ രാവ് വന്നാൽ നിങ്ങൾ 3 യാസീൻ ഓതണം. അത് 2 ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ്. 3ാമത്തെ യാസീൻ ഒരുവന്റെ ആഖിബത്ത് നന്നാകാനാണ്. ഇനി ആയുസ്സിൽ ബറക്കത്ത് കിട്ടിയില്ല, ആയുസ് ചുരുങ്ങിപ്പോയി, എന്നാലോ പടച്ചവനെ, എന്നാലും വെറുതെ മരിക്കാൻ പറ്റൂല റബ്ബേ, വെറുതെ എനിക്കങ്ങ് മരിക്കാൻ കഴിയില്ല, എന്റെ മരണം നല്ല മരണമാകണേ, ആഖിബത്ത് നന്നാകണേ അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റണേ അല്ലാ, സ്വാലിഹീങ്ങളുടെ മരണം നൽകണേ അല്ലാ എന്ന് ശഅബാൻ 15ന്റെ രാവിലെ അവൻ ദ്വാരക്കണം. എങ്ങനത്തെ മരണം വേണം? അല്ലാഹു സ്വീകരിക്കുന്ന മരണം വേണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. ചില ആളുകളെ അല്ലാഹു സ്വീകരിക്കും, ചില ആളുകളുടെ ആത്മാക്കളെ സ്വീകരിച്ച് വിളിച്ചിരുത്തും, സ്വർഗത്തിന്റെ ദർബാറിലേക്ക് അവരെ കയറ്റിക്കൊണ്ടുപോകും. ഏത് ആളുകളെ? അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ചില ആളുകളുടെ ആത്മാക്കളെ ഇങ്ങനെ വിളിക്കുകയാണ്, സ്വാഗതം പറയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങളിതാ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കടന്നു പോയിക്കോ, പടച്ച തമ്പുരാന്റെ സംവിധത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലൂ. ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അതേ, നിങ്ങൾ സ്വർഗത്തിന്റെ സോപാനത്തിലേക്ക് കടന്നു പോയിക്കോ എന്ന് സ്വാഗതം പറയുന്ന ആത്മാക്കളുണ്ട്. അങ്ങനത്തെ മരണപ്പെട്ടു പോകുന്ന, അങ്ങനത്തെ മരണം ലഭിക്കുന്ന ആളുകളുണ്ട്. അതിലെനിക്ക് ഉൾപ്പെടണം. 3 കാര്യവും പ്രധാനപ്പെട്ടതാണ്. ബറാഅത്തിന്റെ രാവിൽ 3 യാസീൻ ഓതാനാണ് പറഞ്ഞത്.